ഓക്കെ. ഈ ഫോമിലേക്കാണ് നമ്മൾ കാണിക്കുക അത്. പക്ഷേ പ്രശ്നം എന്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് വരയ്ക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അത് നമുക്ക് ഗ്രാഫിക്കലി ഏത് ഫോമിലേക്ക് കമ്പ്യൂട്ടറിൽ അങ്ങനെ കാണിക്കാൻ പറ്റുന്നേ ഉള്ളൂ. അപ്പൊ ഇത് വരച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ആ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു സംഭവമാണ് വരിക. അത് എക്സും വൈയും സെറ്റും മൂന്നും കൂടി കാണിക്കുന്നതുകൊണ്ട് ഇത്രയും നിങ്ങൾക്ക് കാണിക്കാനത് പറ്റുള്ളൂ. പ്ലെയിനിലത്തെ നിങ്ങൾക്ക് നേരെ വരയ്ക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഈ ഫോമാണ് നമുക്ക് 3 ഡയമെൻഷനിലായിട്ട് കിട്ടുക. എന്നിട്ട് അതിലത്തെ കർവ് എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഒരു ഇതും പിന്നെ ഇങ്ങനത്തെ ഒരു പ്ലെയിനും വരുന്നുണ്ടാവും. ആ പ്ലെയിനും ഇതും കൂടി വരുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു കർവ് പാരബോളയാണ് നിങ്ങൾക്ക് അവിടുത്തെ ഇന്റർസെക്ഷനിൽ വരുന്നത്. പാരബോള കാണുന്നുണ്ടോ? ഇവിടെ ഇന്റർസെക്ഷനിൽ ഇങ്ങനത്തെ ഒരു പാരബോളയാണ് നിങ്ങൾക്ക് അവിടെ ശരിക്കും കിട്ടുക. ഓക്കെ. പക്ഷെ അത് പേപ്പറിലേക്ക് വരയ്ക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ അത് നിങ്ങൾ അഥവാ വരച്ചില്ലെങ്കിലും കുഴപ്പമില്ല. അത് എന്തൊക്കെയാണ് ഇന്റർസെക്ഷൻ വരുന്നതിന്റെ ഗ്രാഫ് എന്താ പാരാമെട്രിക് ഇക്വേഷൻ എന്ത് വരും എന്നുള്ളത് മാത്രം കാണിച്ചാൽ മതി. ഇപ്പൊ ഓക്കെ. വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ ഇതില്? ഏതെങ്കിലും പ്രോബ്ലം ചെയ്യണമെന്നുണ്ടോ? It's a 21st question. 21st നമ്മളത് ഇന്നലെ ചെയ്തതല്ലേ? അല്ല, നമ്മൾ ഇന്നലെ 22 ആണ് ചെയ്തത് അല്ലേ? ഓക്കെ. 21 എന്താണ് വരയ്ക്കണം എന്നാണോ പറയണത്, അതോ ഫുള്ളി ആ പ്രോബ്ലം വേണോ? ഗ്രാഫ് മാത്രമേ ഉള്ളൂ, അതോ വേറെ എക്സ്പ്ലെയിൻ ചെയ്യണം? അല്ല, ഇതിൽ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നിങ്ങൾ ഇന്നലെ നമ്മൾ ചെയ്ത മാതിരി R(t) ആദ്യം എഴുതണം, R' കണ്ടുപിടിക്കണം, എന്നിട്ട് ഗ്രാഫ് R(t)യുടെ t വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഗ്രാഫ് വരയ്ക്കുക. നിങ്ങൾക്ക് ഇത് ഗ്രാഫ് 2 cos t 6 sin t. അപ്പൊ എനിക്ക് തോന്നുന്നു പാരബോള ആയിട്ടാണ് നിങ്ങൾക്ക് വരുന്നുണ്ടാവുക. അല്ല, പാരബോള അല്ല, എലിപ്സ് ആണ് വരുന്നുണ്ടാവുക. ഇതിലിപ്പോ കുഴപ്പമില്ല. നിങ്ങൾക്ക് എക്സാമിന് സാധാരണ കൂടുതൽ ചോദിക്കില്ല. അഥവാ ചോദിച്ചാലും അത് എങ്ങനെയാന്ന് അറിയാൻ വേണ്ടിയിട്ട് പറഞ്ഞു എന്നല്ലോ. നിങ്ങൾക്ക് ഇതില് എലിപ്സ് ആണ് വരുന്നുണ്ടാവുക. ഈ ഫോമിൽ എന്തെങ്കിലും ഒരു എലിപ്സ് വരും തോന്നുന്നു. ഈ ഫോമിൽ എന്തെങ്കിലും ആയിരിക്കും ഗ്രാഫ് വരുന്നുണ്ടാവുക. എന്നിട്ട് π/6 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ ആയിരിക്കും വരുന്നുണ്ടാവുക. ഇതിപ്പോ π/2 π/π. ഈ ഫോമിലേക്ക് വരികയാണെങ്കിൽ π/6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് നിങ്ങൾക്ക് എന്ത് ടാൻജന്റ് വരയ്ക്കാം. ഇത് കറക്റ്റ് അല്ല, ഞാൻ ഓൾമോസ്റ്റ് വരച്ചു എന്ന് മാത്രം. ഈ ഫോമിലുള്ള ഒരു ഗ്രാഫാണ് വരുന്നുണ്ടാവുക. പക്ഷെ ഇത് അറിഞ്ഞിരിക്കുക എങ്ങനെയാ വരയ്ക്കേണ്ടത് എന്നുള്ളത്. ഇപ്പൊ വരച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ടിക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമുക്കിവിടെ കോസും സൈനും ഒക്കെ ആയതുകൊണ്ട് ടിക്ക് കൊടുക്കേണ്ടത് 0, π, π/2, π/6, π/4 ഈ വാല്യൂസ് ഒക്കെ നിങ്ങൾക്ക് എളുപ്പം അറിയുന്ന വാല്യൂസ് ആണ്. ഈ ഫോമിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് അത് ഗ്രാഫിലേക്ക് വരച്ചാൽ മതി. എപ്പോഴാ വരിക? ഓക്കെ. ഇനി വേറെ ഏതെങ്കിലും പ്രോബ്ലം ചെയ്യാനുണ്ടോ? എക്സസൈസ് പ്രോബ്ലംസ് ട്രൈ ചെയ്യുന്നുണ്ടോ നിങ്ങൾ? ഞാൻ ഹോംവർക്ക് തരുന്ന പ്രോബ്ലംസ് മാത്രമാണോ ചെയ്യണേ? ഹലോ, ആണോ? കേൾക്കുന്നുണ്ടോ പറയണത്? 15th പ്രോബ്ലം ചെയ്യാം. 15th R(t). എന്താ ചോദിച്ചിട്ടുള്ള? ഫൈൻഡ് ലിമിറ്റ് R(t) where t tends to 0 plus എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? sin 2t/t.
sin 2t by t I plus t minus 2 whole square j. t minus 2 whole raised to 5 ആണല്ലേ, whole raised to 5j plus t ln t k. ലിമിറ്റ് ആണ് നമ്മളിത് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ലിമിറ്റ് t tends to 0 plus r of t. അപ്പൊ നമുക്ക് ശരിക്കും എന്താ വേണ്ടത്, കോർഡിനേറ്റ് വൈസ് ലിമിറ്റ് അപ്ലൈ ചെയ്യാം. അപ്പൊ ലിമിറ്റ് t tends to 0 plus sin 2t by ti plus t minus 2 whole raised to 5. Limit t tends to 0 plus t minus 2 whole square 5j plus limit t tends to 0 plus t ln t k. ഈ പ്രോബ്ലംസ് കുറച്ച് പേരൊക്കെ ശരിയായി ചെയ്തിട്ടുണ്ട്. ഇനി ഇതെന്ത് വരും, sin 2t by t എന്താ വരും, അത് 0/0 ഫോം വരും. 0/0 ഫോമോ? ഓക്കെ, 0/0 ഫോം വരികയാണെങ്കിൽ എങ്ങനെ ചെയ്യും? ഹോസ്പിറ്റൽസ് റൂൾ. എൽ ഹോസ്പിറ്റൽസ് റൂൾ. എൽ ഹോസ്പിറ്റൽസ് റൂൾസ് റൂൾ എന്ന് പറയുന്നത് ഇവിടെ എന്താ വരിക, എന്താ എൽ ഹോസ്പിറ്റൽസ് റൂൾ? ഡെറിവേറ്റീവ് എടുക്കുക. ഡെറിവേറ്റീവ് എടുക്കുക. അപ്പൊ എന്ത് വരും, ഇത് cos 2t cos 2t. ന്യൂമറേറ്ററിൽ വേറെ എന്തെങ്കിലും വരുന്നുണ്ടോ? 2 cos 2t. അപ്പൊ ലിമിറ്റ് അപ്ലൈ ചെയ്യണം. ഇവിടെ എഴുതാം ലിമിറ്റ് t tends to 0 plus. ഇതില് ഡയറക്ട്ലി 0 അപ്ലൈ ചെയ്യാണെങ്കിൽ sin 0/0 0/0 ഫോം വരുന്നത് കൊണ്ട് നമ്മൾ ഇവിടെ എൽ ഹോസ്പിറ്റൽസ് റൂൾ അപ്ലൈ ചെയ്യാണ്. എൽ ഹോസ്പിറ്റൽസ് റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്ത് എഴുതുകയാണ്. എന്താ ചോദിച്ചത്, sin x, ഒരു മിനിറ്റ്, എന്തോ ഒരു സംശയം ചോദിച്ചിട്ടുള്ള കാര്യങ്ങൾ. sin x/x ഫോമിൽ ആക്കിയിട്ട് ചെയ്യാമോ? sin x/x എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ sin 2t/2t ഫോം ആണ് വേണ്ടത്. മാം 2/2 ഇൻറ്റു ചെയ്താൽ അങ്ങനെയും ചെയ്യാം, കുഴപ്പമില്ല. അങ്ങനെയും ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇതേ ഫോം തന്നെ വരും. ചിത്രയിൽ ചോദിച്ചത് എന്താണെന്നുണ്ടെങ്കിൽ sin x/x എന്നുള്ള ഫോം ഉണ്ട്. ഡയറക്ട്ലി ലിമിറ്റ് x tends to 0 sin x/x എന്ന് പറയുന്നത് 1 ആണ് നിങ്ങൾക്ക് വരിക. അത് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവിടെ sin 2t/t ആയതുകൊണ്ട് സൈൻ ഇവിടെ എന്താണ് വരുന്നത്, ഈ സൈനിന്റെ ഫോമിൽ ഇവിടെ എന്താണ് ഉള്ളിൽ നമുക്ക് ആംഗിൾ ആയിട്ടത് അത് തന്നെ ഡിനോമിനേറ്ററിൽ കൂടി വരണം. അപ്പൊ ഇവിടെ sin 2t ആണെങ്കിൽ ഡിനോമിനേറ്ററിൽ 2t ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് അപ്ലൈ ചെയ്യായിരുന്നു. അപ്പൊ അതിന് വേണ്ടിയിട്ട് 2 മൾട്ടിപ്ലൈ ചെയ്താൽ മതി ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും. അപ്പൊ 2 sin 2t/t എന്ന് 2tയിൽ നിങ്ങൾക്ക് അത് അപ്ലൈ ചെയ്യാം. അങ്ങനെ ചെയ്യുന്നതിലും തെറ്റൊന്നുമില്ല. ഡയറക്ട്ലി ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ 1 എന്നുള്ള 2 × 1 എന്നുള്ള ഫോം വരും. അതല്ലെങ്കിൽ എൽ ഹോസ്പിറ്റൽസ് റൂൾ നമുക്ക് അപ്ലൈ ചെയ്യാം. എൽ ഹോസ്പിറ്റൽസ് റൂൾ അപ്ലൈ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂമറേറ്ററിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് എഴുതി ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിനെയും ഡിഫറൻഷിയേറ്റ് ചെയ്തു. 0/0 ഫോം മാറ്റിയിട്ട് നമുക്ക് ഡിനോമിനേറ്റർ 0/0 ഫോം മാറി വരണം, അത്രേ വേണ്ടൂ. അതിനാണ് എൽ ഹോസ്പിറ്റൽസ് റൂൾ നമ്മൾ അപ്ലൈ ചെയ്യണം. അപ്പോൾ ദിസ് പ്ലസ് ഇനി ലിമിറ്റ് ഇതിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും, 0 - 2 whole raised to 5. അപ്പോൾ -2 whole raised to 5j പ്ലസ് ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 0 × ln0 1, ദാറ്റ് ഈസ് 0 × 1 0k. അപ്പൊ എന്ത് വരും, ഇനി ഇതിൽ ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 2 × cos 0 എന്ന് പറയുന്നത് 1 ആണ്, 1/1. സോറി, ഇവിടെ i എഴുതാൻ വിട്ടുപോയി. i പ്ലസ് -2 whole raised to 5, that is -32j plus 0k. അപ്പൊ ഇത് എന്ത് വരും, 2i - 32j. ക്ലിയർ ആണോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇത് മായ്ക്കട്ടെ.
യെസ്, അമിഷ. ഓക്കെ, നിങ്ങളുടെ പേര് ഏതൊക്കെയായിരുന്നു? പേര് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. ശില്പ, ഗോപിക, മർവ. മർവയുണ്ടോ ക്ലാസ്സിൽ? ഉണ്ട്. ഓക്കെ, മനസ്സിലായല്ലോ അല്ലേ? സ്നേഹ. ഓക്കെ, ഫർസാന. മാം, ഹോംവർക്ക് പ്രോബ്ലംസിന്റെ ഫൈനൽ ആൻസർ ഷെയർ ചെയ്താൽ ഞങ്ങൾക്ക് തന്നെ കറക്റ്റ് ആണോ എന്ന് വെരിഫൈ ചെയ്യാം. അത് ചെയ്യാം. അത് മുഴുവൻ നോക്കി കഴിയാത്തതുകൊണ്ടായിരുന്നു. ഞാനത് ഫൈനൽ ആൻസേഴ്സ് വെരിഫൈ ചെയ്തിട്ട് ഞാൻ ക്ലാസ് റൂമിൽ ഇടാം, ഇതുവരെ ഉള്ളതിന്റെ എല്ലാത്തിൻ്റെയും. ഓക്കെ, ഇനി വേറെ ഏതെങ്കിലും പ്രോബ്ലം ചെയ്യാനുണ്ടോ? ഇനി വേറെ ഏതെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ഇത് കഴിഞ്ഞോ? അനുപമ, ഫർസാനൊന്നും വന്നിട്ടില്ലേ? ഫർസാന ക്ലാസ്സിലുണ്ടല്ലോ അല്ലേ? ഉണ്ട്, അനുപമ ഉണ്ട്. പക്ഷെ നിങ്ങളുടെ ഒന്നും അറ്റൻഡൻസ് കയറിയിട്ടില്ല. ഓക്കെ, ഓക്കെ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് സെക്ഷൻ തുടങ്ങാം. വന്നിട്ടുണ്ട്. അതെനിക്ക് തോന്നുന്നു ചിലപ്പോൾ ലേറ്റ് ആയിട്ട് കയറുന്നതുകൊണ്ടാണ് തോന്നുന്നുണ്ട്. ചിലവരുടെ അറ്റൻഡൻസ് കയറുന്നില്ല. അപ്പൊ ഞാൻ വെരിഫൈ ചെയ്തിട്ട് ഞാൻ ചിലപ്പോൾ ക്ലിയർ ചെയ്യും ആരൊക്കെയാണ് ഇല്ലാത്തത് എന്നുള്ളത്. അപ്പൊ ഇന്നലെയും ഇതേമാതിരി അമിഷയുടെ ഒന്നും അറ്റൻഡൻസ് കയറിയിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പൊ നമുക്ക് എന്നാല് മോഷൻ ഓൺ എ കർവ് നെക്സ്റ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ ഓക്കെ നെക്സ്റ്റ് മോഷൻ ഓൺ എ കർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അമിഷ ഉണ്ടായിരുന്നു. ഞാനത് നോട്ട് ചെയ്തിട്ടുണ്ട്. ക്ലാസ്സിൽ കുറച്ച് പേര് പേരൊക്കെ ഓർമ്മ നിൽക്കുന്നുണ്ട്. പക്ഷെ ഞാനപ്പോൾ അറ്റൻഡൻസ് പിന്നെ ചെക്ക് ചെയ്തപ്പോഴാണ് ലേറ്റ് ആയിട്ട് ജോയിൻ ചെയ്തതാണോ കുറച്ച് ഇതായി വന്നതുകൊണ്ടാണെന്ന് അറിയില്ല, ചിലവരുടെ അറ്റൻഡൻസ് അതിൽ കയറിയിട്ടില്ല. മാക്സിമം ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്, പക്ഷെ ചിലവരുടെ വിട്ടുപോയിട്ടുണ്ട് അതിൽ മാർക്ക് വരാൻ. അപ്പൊ ഞാൻ പിന്നെ എൻറ്റർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ കുറച്ച് പ്രശ്നം ഉണ്ടാവും. അപ്പൊ ഞാൻ ചോദിച്ചിട്ട് അത് ക്ലാരിഫൈ ചെയ്യും ചിലപ്പോൾ. ഓക്കെ, ഇന്നിപ്പോ ക്ലാസ്സിൽ 93 ആൾക്കാരാണ് ഉള്ളത്. അപ്പൊ അതല്ല എന്നുണ്ടെങ്കിൽ അത് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ചിലപ്പോൾ വ്യത്യാസം ഉണ്ടെങ്കിൽ മാത്രം ഞാൻ ചോദിക്കാം നിങ്ങൾ ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ളത്. ദെൻ നെക്സ്റ്റ് ഇനി നമുക്ക് വെലോസിറ്റി ഓഫ് ആക്സിലറേഷൻ. അപ്പോൾ നമ്മൾ ഫിസിക്കലി നമുക്ക് ഈ പറഞ്ഞിട്ടുള്ളത് നമ്മൾ എന്താണ്, ഫസ്റ്റ് ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ കാര്യമാണ് നമ്മൾ പറയുന്നത്. RFT എന്നുള്ളത് IJK ഫോമിലേക്കൊക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ വെക്ടേഴ്സിന്റെ കേസ് പറയുന്നവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരു പോയിന്റിൽ നിന്ന് ഞാൻ റിവിഷൻ എടുത്ത ക്ലാസ്സിൽ CS-കാർക്ക് ഞാൻ നിങ്ങൾക്ക് റിവിഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. വെക്ടേഴ്സിന്റെ സെക്കൻഡ് സെമ്മിലത്തെ വെക്ടേഴ്സ് എന്ന് പറയുന്ന ആ സെക്ഷൻ ഞാൻ റിവിഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫിസിക്സുകാർക്കും കെമിസ്ട്രിക്കാർക്കും ഞാൻ അത് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ജസ്റ്റ് ഞാൻ ഒന്നുകൂടി പറയാം. നമ്മൾ ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലേക്ക് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് വെക്ടർ കൊണ്ട് മാർക്ക് ചെയ്യാൻ പറ്റും അല്ലെ? വെക്ടേഴ്സ് വെച്ച് കഴിഞ്ഞാൽ ഫിസിക്കൽ ഇംപ്ലിക്കേഷൻ എന്താണെന്നുണ്ടെങ്കിൽ മോഷൻ ആണ്. നമ്മൾ ഒരു രീതിയിൽ ഒരു ഭാഗത്ത് നമ്മൾ വേറൊരു ഭാഗത്തേക്ക്, ഞാൻ ഈ പോയിന്റിൽ നിന്ന് റൈറ്റിലേക്ക് ഞാനൊരു 6 കിലോമീറ്റേഴ്സ് പോയിട്ടുണ്ടെങ്കിൽ ഇത് എന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. റൈറ്റ് സൈഡിൽ കാണുന്ന 6 കിലോമീറ്റർ കഴിഞ്ഞിട്ടുള്ള ആ പോയിന്റ് ആണ് എന്റെ എൻഡ് പോയിന്റ്. അപ്പൊ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് ഫൈനൽ പോയിന്റിലേക്കുള്ള ആ മോഷൻ നമുക്ക് അവിടുത്തെ വെക്ടർ കൊണ്ട് മാർക്ക് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് A ആണ്, എൻഡിംഗ് പോയിന്റ് B ആണെങ്കിൽ നമ്മൾ ഈ രീതിയിലാണ് നമ്മൾ അതിന്റെ വെക്ടറിനെ മാർക്ക് ചെയ്യുക. ഈ വെക്ടറിനെ നമുക്ക് ക്യാപിറ്റൽ AB എന്നും പറഞ്ഞിട്ട് മാർക്ക് ചെയ്യാം. അതല്ലെങ്കിൽ
ഈ വെക്ടർ സ്മോൾ ചെയ്യുന്നു അല്ലെങ്കിൽ ഏതെങ്കിലും ലെറ്റർ വെച്ചിട്ട് മാർക്ക് ചെയ്യാം. ആൻഡ് ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെയാണ് 6 ആണ് നമുക്ക് കിട്ടുന്നത്. കാരണം എന്താണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്തായിരുന്നു, ഈ ലെങ്ത് എന്ന് പറയുന്നത് 6 കിലോമീറ്റർ ആണ് ഞാൻ പോയിട്ടുള്ളത്. സോ 6 കിലോമീറ്റർ പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് നമ്മളുടെ ഇവിടുത്തെ ലെങ്ത് ഓഫ് ദാറ്റ് കേർവ് ആയിട്ട് വരുന്നത്. ഓക്കെ ഫൈൻ. അപ്പോൾ ഈ മോഷൻ എന്ന് പറയുന്നത് നമുക്ക് കറസ്പോണ്ടിംഗ്ലി നമ്മൾ ഇപ്പോൾ ഒരു വണ്ടി മൂവ് ചെയ്തു എന്ന് സപ്പോസ് ചെയ്യാം. വണ്ടി എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ബി എന്ന് പറയുന്ന പോയിന്റിലേക്ക് മൂവ് ചെയ്തെന്നുണ്ടെങ്കിൽ അതിന് സ്പീഡ് ഉണ്ട്, ആക്സിലറേഷൻ ഉണ്ട്. സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഡിസ്റ്റൻസ് ബൈ ടൈം ആണ് സ്പീഡ്. ആക്സിലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെലോസിറ്റി ബൈ ടൈം. സ്പീഡ് തന്നെയാണ് നമ്മൾ വെലോസിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് ഇവിടെ, അല്ലേ? ഫൈനൽ പോയിന്റ് മൈനസ് ഇനീഷ്യൽ പോയിന്റ് ഡിവൈഡഡ് ബൈ ടൈം, അതാണ് ഡിസ്റ്റൻസ് ബൈ ടൈം ആണ് നമുക്ക് വെലോസിറ്റി അല്ലെങ്കിൽ സ്പീഡ് എന്നുള്ള രീതിയിലേക്ക് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആർ ഓഫ് ടി എന്ന് പറയുന്നത് നമ്മളുടെ വെക്ടർ ആയിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ആർ ഓഫ് ടി നമ്മൾ ഇപ്പൊ എന്തായിട്ട് പറഞ്ഞു, എഫ് ഓഫ് ടി ആയി. f of t I plus g of t j plus h of t k ഈ ഫോമിലേക്ക് പറഞ്ഞു. കറസ്പോണ്ടിംഗ്ലി അപ്പൊ നമുക്ക് നമ്മളുടെ ടാൻജന്റ് വെക്ടർ ആയിട്ടാണ് നമ്മൾ വെക്ടറിന്റെ കേസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ ആർ ഡാഷ് എന്ന് പറയുന്നതാണ് നമ്മളുടെ, ഇത് പൊസിഷൻ വെക്ടർ ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആർ ഓഫ് ടീനെ നമ്മൾ പൊസിഷൻ വെക്ടർ ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഡെറിവേറ്റീവ് ആർ ഡാഷ് ഓഫ് ടി എന്ന് പറയുന്നതാണ് നമ്മൾക്ക് ഇവിടുത്തെ വെലോസിറ്റി ആയിട്ട് വരുന്നത്. ഓക്കെ, ആർ ഡാഷിനെയാണ് നമ്മൾ എഫ് ഡാഷ് ഓഫ് ടി ഐ പ്ലസ് ജി ഡാഷ് ഓഫ് ടി ജെ പ്ലസ് എച്ച് ഡാഷ് ഓഫ് ടി കെ, ഇതാണ് നമ്മുടെ വെലോസിറ്റി വെക്ടർ വി ഓഫ് ടി ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. വെലോസിറ്റി വെക്ടർ സ്മോൾ വി ഓഫ് ടി. അപ്പൊ വി ഓഫ് ടി ഇത് വെലോസിറ്റി വെക്ടർ ആയതുകൊണ്ട് നമുക്ക് അവിടെ എന്ത് വേണം, ആരോ മാർക്ക് ഇടും. ഇനി ആക്സിലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇതിനെ ഒന്നും കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സോ എ ഓഫ് ടി ഇസ് ഈക്വൽ ടു ആർ ഡബിൾ ഡാഷ് ഓഫ് ടി. ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇതിനെ 2 ടൈംസ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതിനുള്ള കറസ്പോണ്ടിംഗ്ലി ഈക്വൽ ആണ്. സോ ഇതെന്ത് വരും, എഫ് ഡബിൾ ഡാഷ് ഓഫ് ടി ഐ പ്ലസ് ജി ഡബിൾ ഡാഷ് ഓഫ് ടി ജെ പ്ലസ് എച്ച് ഡബിൾ ഡാഷ് ഓഫ് ടി കെ. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ പൊസിഷൻ വെക്ടർ എന്ന് പറയുന്നത്. നമ്മുടെ പൊസിഷൻ വെക്ടറിന് കറസ്പോണ്ടിങ് ഡിഫറൻഷിയേറ്റ് ചെയ്തപ്പോൾ വെലോസിറ്റി വെക്ടർ കിട്ടി, അതിനെ അഗൈൻ ഡിഫറൻഷിയേറ്റ് ചെയ്തപ്പോൾ നമ്മുടെ ആക്സിലറേഷൻ കിട്ടി. ആക്സിലറേഷന്റെ കറസ്പോണ്ടിംഗ്ലി കിട്ടുന്ന വെക്ടർ. ഇനി സ്പീഡും വെലോസിറ്റിയും തമ്മിൽ ചെറിയ ഡിഫറൻസ് ഉണ്ട്. സ്പീഡും വെലോസിറ്റിയും ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡിസ്റ്റൻസ് ബൈ ടൈം ആണ് സ്പീഡ് എന്നുള്ളത് അറിയാം. പക്ഷെ വെലോസിറ്റി നമ്മളിപ്പോ വെക്ടർ ആയിട്ടാണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ളത്, എത്ര സ്പീഡിലേക്ക് മൂവ് ചെയ്തു. അപ്പൊ സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും എന്താണ്, വെലോസിറ്റി എന്ന് പറയുന്നത് ഒരു വെക്ടർ ആണ്. വെലോസിറ്റിക്ക് ഡയറക്ഷനും ഉണ്ട്, അതേമാതിരി തന്നെ മാഗ്നിറ്റ്യൂഡും ഉണ്ട്. പക്ഷെ സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ, അതിന് ഡയറക്ഷൻ ഇല്ല. കാരണം ഞാൻ 5 കിലോമീറ്റർ സ്പീഡിൽ മൂവ് ചെയ്തു, സ്കെയിലാർ ആണ്. യെസ്, ഞാൻ വെക്ടർ എന്നാണോ പറഞ്ഞേ, സ്കെയിലാർ ആണ് സ്പീഡ് എന്ന് പറയുന്നത്. സോ അതിന് മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ, അതിന് എന്തില്ല, ഡയറക്ഷൻ ഇല്ല. ഓക്കെ, അപ്പോ വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇന്ന ഡയറക്ഷനിലേക്ക് ഇത്ര മാഗ്നിറ്റ്യൂഡിൽ പോകുന്നതിനെയാണ് വെലോസിറ്റി എന്ന് പറയുന്നത്, ഡിസ്റ്റൻസ് ബൈ ടൈം. പക്ഷെ അത് തന്നെ അതിന് കറസ്പോണ്ടിംഗ്ലി സ്കെയിലാർ ഫംഗ്ഷൻ എന്താണോ വരിക അതാണ് നമ്മുടെ സ്പീഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ സ്പീഡിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ, സ്പീഡ് ഇപ്പൊ നമ്മള് എസിന് നമുക്ക് നോം വി ഓഫ് ടി, ദാറ്റ് ഈസ് നമുക്ക് എന്ത് പറയാം, സ്ക്വയർ റൂട്ട് ഓഫ് എഫ് ഡാഷ് ഓഫ് ടി ഹോൾ സ്ക്വയർ പ്ലസ് ജി ഡാഷ് ഓഫ് ടി ഹോൾ സ്ക്വയർ പ്ലസ് എച്ച് ഡാഷ് ഓഫ് ടി ഹോൾ സ്ക്വയർ. ഇതാണ് നമ്മളുടെ സ്പീഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ ഡി വി നോം ഓഫ് ഡി വി ബൈ ഡി ടി എന്ന് പറയുന്നത് തന്നെയാണ് ഡി ആർ ബൈ ഡി ടിയുടെ നോം. കാരണം എന്തുകൊണ്ടാണ്, വി എന്ന് പറയുന്നതാണ് ആർ ഡാഷ്. ക്ലിയർ ആണോ? അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ പറയാം, ഇതിനെ നമുക്ക് വേറൊരു ഫോമിൽ പറയുകയാണെങ്കിൽ, ഡി ആർ ബൈ ഡി ടിയുടെ ഫോമിൽ പറയുകയാണെങ്കിൽ
ആറിനെ നമുക്ക് എഫ് ഓഫ് ടി ഐ ഇതിന് പകരം എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് ഇസെഡ് കെ എന്നുള്ള ഫോമിലാണ് നമ്മൾ. ദാറ്റ് മീൻസ് എഫ് എന്ന് പറയുന്നത് എക്സ് കോർഡിനേറ്റ് ആണ്, ജി എന്ന് പറയുന്നത് വൈ കോർഡിനേറ്റ് ആണ്, എച്ച് എന്ന് പറയുന്നത് സെഡ് കോർഡിനേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡി ആർ ബൈ ഡി ടിനെ ഡി എക്സ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് dy by dt square plus dz by dt square ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞത് എല്ലാം ഒന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ പൊസിഷൻ വെക്ടർ ഇന്ന പോയിന്റിലാണ് ഞാൻ നിൽക്കുന്നത് എന്ന് പറയുന്ന പൊസിഷൻ വെക്ടർ ആണ് നമുക്ക് ആർ എഫ് ടി കൊണ്ട് തന്നിട്ടുള്ളത്. കറസ്പോണ്ടിങ് പൊസിഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്മളുടെ വെലോസിറ്റി വെക്ടർ എന്ന് പറയുന്നത് എന്തായിരുന്നു? വെലോസിറ്റി വെക്ടർ എന്ന് പറയുന്നത് നമ്മളുടെ v of t, that is r dash of t. ഈ പൊസിഷൻ വെക്ടറിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് r dash of t. Then ഈ വെലോസിറ്റി വെക്ടർ ആണ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ സ്പീഡ് ആൻഡ് ഡയറക്ഷൻ ഉണ്ട്. പക്ഷെ സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ that is a scalar, മാഗ്നിറ്റ്യൂഡ്. വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് എന്താണോ അതാണ് നമ്മുടെ സ്പീഡ് എന്ന് പറയുന്നത്. So we will get that magnitude to be norm v of t, that is square root of corresponding coordinates in the square root of corresponding coordinates in the square ആഡ് ചെയ്യുന്നതാണ് നമ്മളുടെ norm v of t എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ സ്പീഡ്. ഓക്കെ, അതിനെ തന്നെ നമുക്ക് ഡി ആർ ബൈ ഡി ടി എന്നും പറഞ്ഞിട്ട് എഴുതാം. കാരണം v of t എന്ന് പറയുന്നത് r dash ആണ്, ഡി ആർ ബൈ ഡി ടി തന്നെയാണ് v of t. So correspond dx by dt whole square plus dy by dt whole square plus dz by dt whole square. അത് മാത്രമല്ല നമ്മളുടെ ആക്സിലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെലോസിറ്റിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ that is dv by dt ആണ് ആക്സിലറേഷൻ. കറസ്പോണ്ടിംഗ്ലി നമ്മൾ പൊസിഷൻ വെക്ടർ ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ r ഡബിൾ ഡാഷ്, that is d square r by dt square എന്നുള്ള ഫോമിലേക്ക് വരും. ക്ലിയർ ആണോ? ഓക്കെ, ബോർഡ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണുന്നില്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ഒരു എക്സാമ്പിൾ പ്രോബ്ലം ചെയ്യാം. ഓക്കെ, അപ്പോൾ എക്സാമ്പിൾ 1 പേജ് നമ്പർ 486 വരുന്നതാണ്. ദ പൊസിഷൻ ഓഫ് എ മൂവിങ് പാർട്ടിക്കിൾ. ഞാനിപ്പോൾ നിങ്ങൾക്ക് സ്ക്രീൻ ഷെയർ ചെയ്യണില്ല, അതിന് പകരം ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം. ഇപ്പോൾ ദ പൊസിഷൻ ഓഫ് എ മൂവിങ് പാർട്ടിക്കിൾ ഇസ് ഗിവൺ ബൈ, തന്നിട്ടുണ്ട് പൊസിഷൻ എന്താണ്, ആ പൊസിഷൻ പാർട്ടിക്കിൾ മൂവിങ് പാർട്ടിക്കിളിലെ പൊസിഷൻ വെക്ടർ തന്നിട്ടുണ്ട്. ആർ ഓഫ് ടി ഇസ് ഈക്വൽ ടു R of t is equal to t square I. T square I plus tj. T square I plus tj plus 5 by 2k. 5 by 2 tk. T square I plus tj plus 5 by 2 tk. കാണുന്നുണ്ടോ?
വായിക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ചോദിച്ചിട്ടുള്ളത് ഗ്രാഫ് ദ കർവ് ഡിഫൈൻഡ് ബൈ ആർ ഓഫ് ടി ആൻഡ് ദ വെക്ടേഴ്സ് വി ഓഫ് 2 ആൻഡ് എ ഓഫ് 2. ഇതിന് കറസ്പോണ്ടിങ് ഗ്രാഫ് വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഗ്രാഫ് വരയ്ക്കാൻ പറയാൻ മാത്രമല്ല നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് പിന്നെ വി ഓഫ് 2ഉം അതേമാതിരി തന്നെ എ ഓഫ് 2ഉം കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് തൽക്കാലം ഗ്രാഫ് വരയ്ക്കാനുള്ളത് വിടാം. ഞാനത് നിങ്ങളുടെ സിലബസ് മാറിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേണും ചേഞ്ച് ആയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് അറിയാലോ. നിങ്ങൾ ഫസ്റ്റ് സെം എക്സാം കഴിഞ്ഞു. സെക്കൻഡ് സെം കഴിഞ്ഞിട്ടില്ലല്ലോ? ഇല്ല. ഫസ്റ്റ് സെം എക്സാം എഴുതിയപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ ചേഞ്ച് ആയിട്ടുണ്ട്. സോ ഇനി ഇപ്രാവശ്യം എങ്ങനെ വരിക നമുക്ക് അറിയില്ല. അപ്പൊ അഥവാ ഗ്രാഫ് വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാലും XYZ എന്നുള്ള ഫോം ഉള്ളത് കൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഇങ്ങനെ വേണ്ടിവരും വരയ്ക്കാൻ. ഓക്കെ, ഇത് Y ആണ്, ഇത് X ആണ്, ഇത് Z ആണ്. ഈ ഫോമിൽ വേണം നമുക്ക് വരയ്ക്കാൻ. അപ്പൊ അത് മാക്സിമം നിങ്ങളെ കൊണ്ട് എങ്ങനെ ഇവിടെ XYയുടെ പോയിന്റ്സ് കൺസിഡർ ചെയ്യാം. 1 2 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ XYയുടെ പോയിന്റ്സ് നമ്മൾ ഇവിടെ ഡിനോട്ട് ചെയ്യും. അതേമാതിരി YZന്റെ പോയിന്റ്സ് ഇവിടെ കാണിക്കും, XZന്റെ പോയിന്റ്സ് ഇവിടെ കാണിക്കും. ആ രീതിയിൽ നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ 3 ഡയമെൻഷനിലൊക്കെ വരയ്ക്കാൻ അഥവാ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലേക്ക് അത് ഗ്രാഫ് ചെയ്യാൻ നോക്കുക. അത് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പൊ ഈ ഗ്രാഫിംഗ് വിടാം. അതിന് കുറച്ച് സമയം പോകും. നല്ലോണം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. ഇപ്പൊ ചോദിക്കാൻ ചാൻസ് ഇല്ല. നിങ്ങളോട് പൊതുവേ 2 ഡയമെൻഷനിൽ വരയ്ക്കാൻ പറയുള്ളൂ, കാരണം നിങ്ങൾക്ക് അത്രേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് അതുകൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. വി ഓഫ് 2ഉം എ ഓഫ് 2ഉം ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, വി ഓഫ് 2ഉം എ ഓഫ് 2ഉം കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ വി ഓഫ് 2 കിട്ടണമെങ്കിൽ ആദ്യം എന്ത് വേണം? വി ഡാഷ് ഓഫ് ടി കണ്ടുപിടിക്കണം. എ ഓഫ് 2 കണ്ടുപിടിക്കണമെങ്കിൽ ആർ ഡാഷ് ഓഫ് ടിയും ആർ ഡബിൾ ഡാഷ് ഓഫ് ടിയും കണ്ടുപിടിക്കണം അല്ലേ? സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ആർ ഡാഷ് കണ്ടുപിടിക്കാം. ഓക്കെ, ആർ ഡാഷ് r dash of t is equal to ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? 2ti plus t നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ j plus 5/2 t നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 5/2k. ഇതാണ് നമുക്ക് r dash ആയിട്ട് വരിക. r dash എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് നമ്മളുടെ v of t ആയിട്ട് വരുന്നത്. ഓക്കെ, then next one r double dash of t. r double dash എന്ന് പറഞ്ഞാൽ ഇതിനെ ഒന്നുകൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യുക. that is 2i plus ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ ഒന്നുമില്ല, കോൺസ്റ്റന്റ് ആണ്, 1 ആണ് അതിന്റെ കോഎഫിഷ്യന്റ് വരുന്നത് ജെയുടെ. സോ അതിനെ അഗൈൻ വിത്ത് റെസ്പെക്ട് ടു ടി ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 0j വരും, പ്ലസ് 5/2 നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു ടി ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 0 വരും. സോ 0k. ഓക്കെ, ഇനി കണ്ടുപിടിക്കാൻ പറഞ്ഞത് എന്താണ്? ഇതാണ് നമ്മുടെ v ഓഫ് ടി, ഇതാണ് നമ്മുടെ a ഓഫ് ടി എന്ന് പറയുന്നത്. അപ്പൊ v ഓഫ് 2 ചെയ്യാൻ പറഞ്ഞിട്ട് t is equal to 2 വരുന്ന സമയത്ത് അപ്പൊ നമ്മുടെ v ഓഫ് 2 എന്ന് പറയുന്നത് എങ്ങനെ വരും? v ഓഫ് 2 t യുടെ പ്ലേസിലെല്ലാം നമുക്ക് 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ദാറ്റ് is 2 into 2 4i പ്ലസ് ഇവിടെ t എന്ന് പറയുന്ന വേരിയബിൾ ഇല്ല, സോ അതുകൊണ്ട് നമുക്ക് അത് അങ്ങനെ തന്നെ എഴുതാം, j പ്ലസ് ഇവിടെ കോൺസ്റ്റന്റ് ആണ്, സോ ദിസ് is plus 5/2k. ഇതാണ് നമ്മളുടെ v ഓഫ് 2 എന്ന് പറയുന്നത്. ഓക്കെ, ഇനി a ഓഫ് 2 എന്ന് പറയുന്നത് എങ്ങനെ വരും? a ഓഫ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതില് ആ ഡബിൾ ഡാഷില് ടിയുടെ അവിടെ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇവിടെ അഗെയിൻ അതൊന്നും ഇല്ല, അതുകൊണ്ട് 2i എന്ന് പറയുന്നതാണ് നിങ്ങൾക്ക് a ഓഫ് കുറെ പേര് പറയുന്നുണ്ട് 2i ആണ് നിങ്ങൾക്ക് അവിടുത്തെ ആക്സിലറേഷൻ ആയിട്ട് വരിക. ഓക്കെ, ഇനി എന്താ പറഞ്ഞിട്ടുള്ളത്? If a particle moves with constant speed, then its acceleration vector is perpendicular to the velocity. Norm v square is equal to c square. We differentiate both sides with respect to t. Okay, next നിങ്ങൾക്ക് അതിനെ വരയ്ക്കാനുള്ളതിനെ കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. എങ്ങനെയാണ് അത് പ്ലോട്ട് ചെയ്യുക എന്നുള്ള ഫോമിലേക്കാണ്. കോൺസ്റ്റന്റ് ആണ് വെലോസിറ്റി എന്നുണ്ടെങ്കിൽ അത് ഏത് ഫോമിലേക്ക് വരും?
അത് വേണ്ട, തൽക്കാലം നമുക്ക് ഇത്രയും മതി. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നോക്കി നോക്കുക. പേജ് 486 ഈ പ്രോബ്ലം പറഞ്ഞിട്ടുള്ള എക്സാമ്പിൾ 1. അപ്പൊ ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഗ്രാഫിങ്ങിനെ കുറിച്ച് ചെറിയൊരു കാര്യം പറയുന്നുണ്ട്, എങ്ങനെ അത് വരയ്ക്കാം എന്നുള്ളത്. അപ്പോൾ അതിപ്പോൾ 3 ഡയമെൻഷനിൽ ആയതുകൊണ്ട് പറഞ്ഞുതരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഈ രീതിയിൽ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, മനസ്സിലാവുമെന്ന് അറിയില്ല. അപ്പൊ നിങ്ങൾ ആ ടെക്സ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക, അത് മനസ്സിലാവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്ന് നോക്കിയിട്ട് പറയാം. ഓക്കെ, നെക്സ്റ്റ് എക്സാമ്പിൾ 2 നോക്കാം. എക്സാമ്പിൾ 2 പറയുന്നത് സെക്ഷൻ 9.1 എക്സാമ്പിൾ 2 തന്നെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതിലത്തെ സർക്കുലർ ഓർബിറ്റിലാണ് അവിടെ മൂവ് ചെയ്യുന്നത്. കാരണം നമ്മൾ എക്സാമ്പിൾ 2 അവിടെ നമ്മൾ നോക്കിയപ്പോൾ എന്തായിരുന്നു ഉണ്ടായിരുന്നത്, ഒരു സർക്കിൾ നമുക്ക് നമ്മുടെ എക്സ് വൈ പ്ലെയിനിൽ നിന്ന് 3 യൂണിറ്റ്സ് മുകളിലേക്കാണെന്ന് പറഞ്ഞ് നമ്മളൊരു സർക്കിൾ വരച്ചിട്ടുണ്ടായിരുന്നു. അതാണ് നമുക്ക് സെക്കൻഡ് എക്സാമ്പിൾ ആയിട്ട് ഉണ്ടായിരുന്നത്. അപ്പൊ ആ സെയിം എക്സാമ്പിൾ ആണ് ഇവിടെ കൺസിഡർ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് അതിന്റെ വെലോസിറ്റിയും ആക്സിലറേഷനും t is equal to π/4 കണ്ടുപിടിക്കണം. എന്നിട്ട് അത് വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പം ഒരു കാര്യം എന്താന്നുണ്ടെങ്കിൽ ഒറ്റ കാര്യം പറയാം. വെലോസിറ്റി എന്ന് പറയുന്നത് ഓക്കെ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ കൺസിഡർ ചെയ്യുമ്പോൾ വെലോസിറ്റി നമുക്ക് കോൺസ്റ്റന്റ് ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ, ഒരു വെലോസിറ്റി കോൺസ്റ്റന്റ് ആയിട്ട് കിട്ടുകയാണെങ്കിൽ ദാറ്റ് മീൻസ് നിങ്ങൾക്ക് ഇവിടെ ഇത് കോൺസ്റ്റന്റ് ആയിട്ട് വരുമോ, 2t², 4t² ഫോമിലേക്ക് വരുമ്പോൾ വെലോസിറ്റി കോൺസ്റ്റന്റ് ആണെന്നുണ്ടെങ്കിൽ ആക്സിലറേഷൻ വെക്ടർ എന്ന് പറയുന്നത് വെലോസിറ്റി വെക്ടറിനോട് പെർപെൻഡിക്കുലർ ആയിരിക്കും. അത് മാത്രം ഒന്ന് ഓർത്ത് വെക്കുക. ചെറിയ ചെറിയ പോയിന്റ്സ് ആണ്, വരയ്ക്കാൻ പറയുന്നവർ നിൽക്കട്ടെ. കോൺസ്റ്റന്റ് സ്പീഡിൽ മൂവ് ചെയ്യണു, അതെപ്പോഴും അങ്ങനെ തന്നെയല്ലേ. ഓക്കെ, അപ്പോ സ്പീഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറഞ്ഞത്, സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെലോസിറ്റി വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് ആണെന്ന് പറഞ്ഞു. അപ്പൊ കോൺസ്റ്റന്റ് ആണ് നിങ്ങൾക്ക് സ്പീഡ് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് നിങ്ങൾക്ക് നോം വി ഓഫ് ടി എടുക്കുന്ന സമയത്ത് എങ്ങനെ പറയാം, ഇവിടെ നോം വി ഓഫ് ടി എടുത്താൽ എന്താ വരിക, 2t² 2t ഹോൾ സ്ക്വയർ, സ്ക്വയർ റൂട്ട് ഓഫ് 2t ഹോൾ സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ പ്ലസ് 5/2 സ്ക്വയർ ആണ് വരിക അല്ലെ, നോം വി ഓഫ് ടി എന്ന് പറയുന്നത്. പക്ഷെ അവിടെ ഇപ്പൊ നോം വി ഓഫ് ടി കോൺസ്റ്റന്റ് ആണോ, അല്ല കോൺസ്റ്റന്റ് സ്പീഡ് ആണോ, കാണുന്നുണ്ടോ നോം വി ഓഫ് ടി? നോം വി ഓഫ് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്വയർ റൂട്ട് ഓഫ് this square, that is 4t² വരും. 4t² പ്ലസ് 1 പ്ലസ് 25/4. ഞാൻ ഇതിന്റെ സ്ക്വയർ ഡയറക്റ്റ്ലി എഴുതി. അപ്പൊ എഗെയിൻ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഇവിടെ ടി എന്ന് പറയുന്ന വേരിയബിൾ വരുന്നത് കൊണ്ട് സ്പീഡ് അവിടെ കോൺസ്റ്റന്റ് അല്ല. ടി എന്നുള്ള വേരിയബിളിനനുസരിച്ച് ടിയുടെ വാല്യൂ മാറുന്നതിനനുസരിച്ച് അവിടുത്തെ സ്പീഡും മാറുന്നുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഇവിടെ വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് ആണ് നമുക്ക് സ്പീഡ് ആയിട്ട് വരുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ വി ഓഫ് ടി എന്ന് പറയുന്നത് 2ti പ്ലസ് ജെ പ്ലസ് 5/2k ആണ്. സോ കറസ്പോണ്ടിങ് മാഗ്നിറ്റ്യൂഡ് എടുക്കുമ്പോൾ എന്ത് വരും, റൂട്ട് ഓഫ് 4t² പ്ലസ് 1 പ്ലസ് 25/4 എന്നുള്ള ഫോമാണ് നമുക്ക് വരുന്നത് അല്ലെ. അപ്പൊ അവിടെ എന്തുണ്ട്, നമ്മളുടെ സ്പീഡില് വേരിയബിൾ ടി വരുന്നുണ്ട്. സോ അത് കോൺസ്റ്റന്റ് അല്ല. പക്ഷേ നിങ്ങൾക്ക് ഇവിടെ വെലോസിറ്റിയിൽ 2tക്ക് പകരം 2 മാത്രമായിരുന്നു എന്ന് വിചാരിക്കാം. ദാറ്റ് ഈസ് നമ്മുടെ ആർ ഓഫ് ടി എന്ന് പറയുന്നത് ടി ആയിരുന്നെങ്കിൽ നമ്മുടെ വി ഓഫ് ടി എന്ന് പറയുന്നത് എന്തായിട്ട് വന്നേനെ, 2 ആയിട്ട് വരുമായിരുന്നു. അപ്പൊ കറസ്പോണ്ടിംഗ്ലി നമ്മൾ ആക്സിലറേഷൻ നോക്കുകയാണെങ്കിൽ നമുക്കത് 0 വരും. അപ്പൊ അങ്ങനത്തെ കേസസിലൊക്കെ സ്പീഡ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണെങ്കിൽ ആക്സിലറേഷൻ വെക്ടർ വിൽ ബി പെർപെൻഡിക്കുലർ ടു ദ വെലോസിറ്റി വെക്ടർ. കാരണം വെലോസിറ്റിക്ക് എന്താണോ ചേഞ്ച് വരുന്നത് കറസ്പോണ്ടിംഗ്ലി അതാണ് നമുക്ക് ആക്സിലറേഷൻ ആയിട്ട് വരുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് വന്നു, കോൺസ്റ്റന്റ് എന്ന്
വന്നു കഴിഞ്ഞാൽ that means ഇവിടെ കോഎഫിഷ്യൻസ് എല്ലാം കോൺസ്റ്റന്റ്സ് ആണ്, വേരിയബിൾസ് അവിടെ വരുന്നില്ല. സോ കറസ്പോണ്ടിങ് സ്പീഡ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് വരും? ഇവിടെ 4 പ്ലസ് 1 പ്ലസ് 25/4 ദാറ്റ് ഇസ് എ കോൺസ്റ്റന്റ് വാല്യൂ. ടീനെ ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല ഇവിടെ നമ്മുടെ വെലോസിറ്റി സ്പീഡ് മാറുന്നത്, ഇവിടെ കോൺസ്റ്റന്റ് ആയിട്ട് വന്നു. അപ്പൊ ഇങ്ങനത്തെ കേസസിൽ this v of t and a of t will be perpendicular to each other. വെലോസിറ്റി വെക്ടറും ആക്സിലറേഷനും വെക്ടറും പെർപെൻഡിക്കുലർ ആവുന്നത് സ്പീഡ് കോൺസ്റ്റന്റ് ആണെങ്കിലാണ്. സ്പീഡ് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ വെലോസിറ്റി വെക്ടറിന്റെ നോം വാല്യൂ മാഗ്നിറ്റ്യൂഡ് ആണ് നമുക്ക് അവിടെ എന്തായിട്ട് വരിക? സ്പീഡ് ആയിട്ട് വരുന്നത്. സോ സ്പീഡ് കോൺസ്റ്റന്റ് ആണെങ്കിൽ ആക്സിലറേഷൻ വെക്ടർ ആൻഡ് വെലോസിറ്റി വെക്ടർ വിൽ ബി പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ. ക്ലിയർ ആണോ? ഓക്കെ. ഓക്കെ. അപ്പോ നെക്സ്റ്റ് വൺ നിങ്ങളുടെ നോട്ടിലൊന്ന് ട്രൈ ചെയ്യാം, പ്രോബ്ലം പറയാം. ആർ ഓഫ് ടി ഈസ് ഈക്വൽ ടു, അത് എഴുതിക്കോളൂ. ആർ ഓഫ് ടി ഇത് എഴുതാൻ പറ്റുമോ നോക്കട്ടെ. ഇങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ടേ വരുള്ളൂ. നിങ്ങളപ്പോൾ നോട്ടിൽ എഴുതുന്നുണ്ട് എന്താ കിട്ടണമെന്ന് പറഞ്ഞാൽ മതി. ആർ ഓഫ് ടി ഈസ് ഈക്വൽ ടു 2 cos t i. ഞാൻ ചോദിക്കുന്ന ആളെ ആൻസർ പറയണം. ആർ ഓഫ് ടി ഈസ് ഈക്വൽ ടു 2 cos t i പ്ലസ് 2 sin t j പ്ലസ് 3k. അപ്പൊ ഞാൻ ഒന്നുകൂടി ആർ ഓഫ് ടി പറയാം. 2 cos t i പ്ലസ് 2 sin t j പ്ലസ് 3k. ഇതാണ് 2 cos t i പ്ലസ് 2 sin t j പ്ലസ് 3k ആണ് നമ്മളുടെ ആർ ഓഫ് ടി എന്ന് പറയുന്നത്. ഇത്ര ക്ലിയർ ആയിട്ടില്ല എന്നാലും ഓക്കെ. അപ്പൊ നിങ്ങൾ വെലോസിറ്റിയും കണ്ടുപിടിക്കണം, ആക്സിലറേഷനും കണ്ടുപിടിക്കണം. അറ്റ് t is equal to pi/4. At t is equal to pi/4. ഓക്കെ. അപ്പൊ എന്ത് വരും? ആർ ഡാഷ് ഓഫ് ടി എന്താ വരിക? ആർ ഡാഷ് നമുക്ക് വെലോസിറ്റി വെക്ടർ എന്ന് പറയുന്നത് എന്താണ്? വെലോസിറ്റി വെക്ടർ ഓക്കെ സുദീപ്ത് എന്താ പറഞ്ഞ? -2 sin t i പ്ലസ് 2 cos t j. യെസ് ദാറ്റ് ഇസ് ട്രൂ. അപ്പോൾ ആർ ഡാഷ് ഓഫ് ടി കിട്ടിയോ എല്ലാവർക്കും? 2 cos t നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ -2 × sin t എന്നുള്ളത് വരും. അതേമാതിരി ജെനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 2 sin t നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 2 cos t എന്ന് വരും. പ്ലസ് 3k, 3 കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 0k എന്നുള്ളത് വന്നു. ഫൈൻ. ഇനി എ ഓഫ് ടി എന്താ വരിക? ആക്സിലറേഷൻ വെക്ടർ. ഭവ്യ, ആക്സിലറേഷൻ വെക്ടർ എന്ത് വരും? എ ഓഫ് ടി ആർ ഡബിൾ ഡാഷ്. വിനെ ഒന്നും കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഭവ്യ ഒന്ന് പറയൂ. എ ഓഫ് ടി എന്താ വരിക?
ഭവ്യ മൈക്ക് ഓൺ ചെയ്തിട്ട് പറഞ്ഞോളൂ. 2 cos -2 സൈൻ എന്നല്ലേ വന്നിട്ടുള്ളത്, അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? -2 cos t ആയി പ്ലസ് പിന്നെ നെക്സ്റ്റ് ജെയില് 2 cos t ആ വന്നത്. അപ്പൊ 2 into cos t നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ -2 sin t j. പിന്നെ k എന്ന് പറയുന്ന വെക്ടർ അവിടെ കോർഡിനേറ്റ് വരുന്നില്ല, 0k ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് -2 cos t ആയി -2 sin t j എന്നുള്ളത് വന്നു ആക്സിലറേഷൻ. ഇനി എനിക്ക് എന്താണ് π/4 എന്ന് പറയുന്ന പോയിന്റിലാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ വരലക്ഷ്മി v π/4 എന്താ പറഞ്ഞത്? വെലോസിറ്റി വെക്ടർ അറ്റ് π/4. ഹലോ മാം. പറഞ്ഞോ. v π/4 0 ആണ് കിട്ടിയത്. 0 ആണോ വരിക? എന്താ ചെയ്യണേ നമ്മള്? -2 into sin t യുടെ അവിടെ π/4 കൊടുത്തു. 3 എന്ന് പറയണ്ട ഫർഹാൻ, അല്ല. ഇവിടെ നമ്മൾ നോക്കേണ്ടത് വെലോസിറ്റി അറ്റ് π/4 ആണ്. അതൊരു വെക്ടർ ആയിട്ടാണ് നമുക്ക് വരിക, സ്കേലാർ അല്ല. സ്പീഡാണ് സ്കേലാർ ആവുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് എന്ത് വരും? v π/4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -2 into sin t യുടെ അവിടെ π/4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പൊ sin π/4 ആയി അല്ലേ വരലക്ഷ്മി? അങ്ങനല്ലേ വരണേ? ഹലോ. -2 sin π/4 ആയി പ്ലസ് 2 cos π/4. 2 cos π/4 j. യെസ്. ഇനി അതെന്താ വരിക? -2 into sin π/4 എന്താണ്? ഓർമ്മയുണ്ടോ? sin 45 1/√2. 1/√2. യെസ്, ശരിയാണ്. cos π/4 1/√2. അതും 1/√2. അപ്പൊ നമ്മൾ -2 into 1/√2 ആയി പ്ലസ് 2 into 1/√2 j എന്നുള്ള ഫോം വരും. അപ്പോ 2 into 1/√2 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ന്യൂമറേറ്ററിൽ √2 വരും. അപ്പൊ -√2 ആയി പ്ലസ് √2 j. അങ്ങനല്ലേ വരണേ? ഓക്കെ, അപ്പോ ശരി. ഇനി അടുത്തത് ആക്സിലറേഷൻ a π/4 കണ്ടുപിടിക്കണം. അപർണ r എങ്ങനെ വരിക a π/4? ഹലോ മാം. -2 cos π/4 i -2 cos π/4. i എന്ന് പറയണം. i ഉണ്ട്, കാരണം അത് വെക്ടർ ആണ്. -2 cos π/4 ആയി. നെക്സ്റ്റ് ഹലോ മാം. പറഞ്ഞോളൂ, കേൾക്കുന്നുണ്ട്. -2 cos π/4. -2 cos i. അടുത്ത ടേം എന്താ? -2 sin π/4 j. വെരി ഗുഡ്. -2 cos π/4 ആയി -2 sin π/4 j. എഗെയിൻ നമുക്ക് sin π/4 ഉം cos π/4 ഉം 1/√2 ആണെന്ന് അറിയാം. -√2 i -√2 j. വെരി ഗുഡ്. -√2 i -√2 j. ഓക്കെ, ഇനി ഞാൻ സ്പീഡ് ചോദിക്കുകയാണ്. ഓക്കെ, അപ്പോൾ എനിക്ക് സ്പീഡ് ഓഫ് ദിസ് ഗിവൺ പാർട്ടിക്കിൾ അറ്റ് t is equal to π/4 വേണം. അപ്പൊ അത് ആര് ചെയ്യും? നികിത p. നികിത ഉണ്ടോ? ഉണ്ട്. ഓക്കെ, അപ്പൊ അതെന്താ വരിക? സ്പീഡാണ് ചോദിച്ചത്. സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താ വരിക? സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോയിസ് ക്ലിയർ ആവുന്നില്ല. ഓക്കെ, പ്രോബ്ലം വരുന്നുണ്ട്. ശരി,
അപ്പോ വേറെ ആരോടാ ചോദിക്കുക? അറിയില്ല എന്ന് പറഞ്ഞിട്ടല്ല, ശരിക്കും പ്രശ്നമുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ അങ്ങനെയുള്ളവര് ഓക്കെ, അടുത്ത ആളടുത്ത് ഞാൻ ആരോടാ ചോദിക്കുക? നൗഷിറ. നൗഷിറ ആ, എല്ലാവർക്കും ഈ പ്രശ്നം ഉണ്ടോ? സൗണ്ട് കട്ടാവുന്നത്? അയ്യോ, വോയിസ് ബ്രേക്ക് ആവുന്നുണ്ടോ? ഓക്കെ, ഇപ്പൊ ശരിയാവുന്നുണ്ടോ? ഇപ്പോഴോ? ഇപ്പൊ ക്ലിയർ ആണ്. അപ്പൊ ഇത്രയും നേരം പ്രശ്നം ഉണ്ടായിരുന്നോ ക്ലാസ് എടുക്കുമ്പോ? അതോ ഇപ്പൊ പെട്ടെന്ന് വന്നതാണോ? ഓക്കെ, ഇത്രയും നേരം ഉണ്ടായിരുന്നില്ല, ഇപ്പൊ വന്നതാണെന്നല്ലേ? ഓക്കെ, ശരി. ഓക്കെ, ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഇപ്പൊ കേൾക്കുന്നില്ല? ക്ലിയർ ആണോ ഇപ്പോ? ഓക്കെ, അപ്പോൾ നൗഷർ ഒന്ന് പറയൂ, നമുക്ക് ഇവിടുത്തെ സ്പീഡ് എന്താ വരിക? സ്പീഡ് നൗഷറ, സ്പീഡ് എന്ത് വരും? സ്പീഡ് അറ്റ് t is equal to pi by 4. ഓക്കെ, അപ്പോൾ സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും എന്താ പറഞ്ഞ? വെലോസിറ്റി വെക്ടറിന്റെ നോം ആണ് നമ്മൾ സ്പീഡായിട്ട് പറഞ്ഞത്. എസ് ഇസ് ഈക്വൽ ടു നോം വി ഓഫ് ടി. അപ്പം നോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മാഗ്നിറ്റ്യൂഡ് അല്ലെങ്കിൽ ലെങ്ത് സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ആണ് വരിക, അല്ലേ? നൗഷറ, മനസ്സിലാവുണ്ടോ? ഉണ്ട്. അപ്പൊ ഇവിടെ എന്ത് വരും? നമ്മൾ ഓൾറെഡി വി പൈ ബൈ 4 കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്താ കിട്ടിയത്? വി പൈ ബൈ 4 എന്താ കിട്ടിയത്? നോട്ടിൽ എഴുതുണ്ടായിരുന്നു അപ്പൊ ഞാൻ പറയുമ്പോ? ഓക്കെ, നമുക്ക് -2i മൈനസ് √2i പ്ലസ് √2j ആണ് കിട്ടിയത്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നോം വി എന്ത് വരും? ഇപ്പോൾ നോം വി പൈ ബൈ 4 സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ആണെന്ന് പറഞ്ഞു. എക്സ് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കണ ഐയുടെ കോയിഫിഷ്യൻ്റ് ആണ് നമുക്ക് എക്സ് ആയിട്ട് വരിക. അപ്പം എന്ത് വരും ഇവിടെ? എസ് സ്പീഡ് ഇസ് ഈക്വൽ ടു നോം വി പൈ ബൈ 4. അപ്പം ഇവിടെ എന്താ വരിക? എന്ത് വരും? സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരിക ഇവിടെ? 2x അല്ല, നമുക്ക് ഇവിടെ -√2i പ്ലസ് √2j അല്ലേ കിട്ടിയത്? അപ്പൊ ഇവിടുത്തെ xi പ്ലസ് yj എന്നുള്ള ഫോമാണ് നമ്മൾ വെക്ടർ എപ്പോഴും കൺസിഡർ ചെയ്യുക. ഐയുടെ കോയിഫിഷ്യൻ്റ് ആണ് നമ്മൾ ജനറൽ ഫോമിൽ എക്സ് എന്ന് പറയുന്നത്. ഇവിടെ √2 ആണ് വന്നത്, -√2 ആണ് എക്സ് ആയിട്ട് ഇവിടെ വരുന്നത്. അപ്പൊ എക്സ് സ്ക്വയർ കൊണ്ട് ഇവിടെ വരുന്ന എന്താ? ഐയുടെ കോയിഫിഷ്യന്റിനെ സ്ക്വയർ ചെയ്യണം. അപ്പൊ -√2 ഹോൾ സ്ക്വയർ പ്ലസ് ഇനി ജെയുടെ കോയിഫിഷ്യൻ്റ് ആണ് വൈ ആയിട്ട്, വൈ സ്ക്വയർ ആണ് നെക്സ്റ്റ് ടേം വേണ്ടത്. അപ്പൊ ഇവിടെ വൈ ആയിട്ട് എന്താ വന്നിട്ടുള്ളത്? ഇവിടെ വൈ ആയിട്ട് എന്താ വന്ന്? ജെയുടെ കോയിഫിഷ്യൻ്റ് എന്താ? ക്ലിയർ ആവുന്നില്ലേ? എല്ലാവർക്കും പ്രശ്നമുണ്ടോ ഇത്?
ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. എന്താ? എനിക്ക് അപ്പോഴേ പോലെ ക്ലിയർ ആയിട്ടുണ്ടായിരുന്നില്ല, ഇപ്പൊ ഇടയിലിടയിൽ കട്ടായി പോകും. ഓക്കെ, അപ്പോൾ ശരി. അപ്പോൾ ഇന്നലത്തെ ക്ലാസ് നേരെ കേട്ടിരുന്നോ? ഇന്നത്തെ ക്ലാസ് ഞാൻ കുറച്ച് വൈകിട്ടാണ് വന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്നലത്തെ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല, അതും കൂടി ഇടണം അല്ലേ? ശരി. അപ്പോൾ ഇനി വേറെ ആരാ പറയുക? ലിൻസി. ഹലോ മാം. ആ, എന്താ വരിക നമുക്കിവിടെ? റൂട്ട് ഓഫ് -2 -√2 ഹോൾ സ്ക്വയർ പ്ലസ് √2 സ്ക്വയർ. ആ, ഓക്കെ. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് -√2 സ്ക്വയർ പ്ലസ് √2 സ്ക്വയർ. ആ, ഓക്കെ. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ത് വരും? അപ്പൊ √2ന്റെ സ്ക്വയർ 2 ആയിട്ട് മാറും. ആ, അപ്പോൾ -√2 ഉണ്ടായിരുന്നു, അപ്പോൾ എന്ത് വന്നു സ്ക്വയർ ചെയ്തപ്പോ? അപ്പൊ പ്ലസ് ആയിട്ട് മാറും. ആ, മൈനസിന്റെ സ്ക്വയർ എടുക്കുമ്പോൾ പ്ലസ് വന്നു, അപ്പോൾ 2 + 2 + 2. അപ്പോൾ എന്ത് വന്നു? സ്ക്വയർ റൂട്ട് ഓഫ് 4 വന്നു. ഓക്കെ, സ്ക്വയർ റൂട്ട് ഓഫ് 4 എന്താ? 2. വെരി ഗുഡ്. 2. ആ, അപ്പൊ നമുക്ക് v π/4ന്റെ ആ പോയിന്റിൽ ഉണ്ടാവുന്ന സ്പീഡ് എന്ന് പറയുന്നത് s π/4 = നമുക്ക് എന്തായിട്ട് വന്നു? കോൺസ്റ്റന്റ് ആണ്, 2 ആയിട്ട് വന്നു. അപ്പൊ നിങ്ങൾ നോക്കുക, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു സ്പീഡ് കോൺസ്റ്റന്റ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് വെലോസിറ്റി വെക്ടറും ആക്സിലറേഷൻ വെക്ടറും പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ ആവുമെന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ നോക്കുക, നമുക്ക് വെലോസിറ്റി വെക്ടർ വന്നത് -√2i + √2j എന്നുള്ള ഫോമാണ്. സോ ഇവിടെ നമുക്ക് ഈ പോയിന്റിൽ സ്പീഡ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്, 2 ആണ് നമുക്ക് അവിടെ കിട്ടുന്നത്. ഓക്കെ, ഇത് ഇവിടെ മാത്രമല്ല, നിങ്ങൾക്ക് v(t) എന്ന് പറയുന്നതിൽ -2 sin 2i + 2 cos 2j ആണ് കിട്ടിയത്. പക്ഷെ അതിൽ വേരിയബിൾ t വന്നിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾ നോം എടുക്കുമ്പോൾ sin² + cos² നമുക്ക് 1 ആയിട്ട് മാറും. അതുകൊണ്ട് അവിടുന്ന് തന്നെ നമുക്ക് സ്പീഡ് കോൺസ്റ്റന്റ് ആണെന്ന് പറയാം. ക്ലിയർ ആണോ? ഞാൻ നേരത്തെ പറഞ്ഞു വേരിയബിൾ വന്നിട്ടില്ലെങ്കിൽ അവിടെ സ്പീഡ് കോൺസ്റ്റന്റ് ആവും എന്നുള്ളത്. പക്ഷെ അവിടെ ഞാൻ t² t³ എന്നുള്ള ഫോം, ആൾജിബ്രായിക് ഫോമാണ് എടുത്ത്. ഇത് ട്രിഗ്നോമെട്രിക് ഫോമിലാണ് നമ്മളുടെ കോയിഫിഷ്യൻസ് കിടക്കുന്നത്. അപ്പോൾ സൈനും കോസും വന്നിട്ടുണ്ട് ഒരേ ഇതിൽ തന്നെ, വെക്ടറിൽ തന്നെ. എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് സൈന്, വൈയുടെ കോയിഫിഷ്യൻ്റ് കോസ് എന്നുള്ള വന്ന സ്ഥിതിക്ക് നിങ്ങൾ അവിടെ നോം എടുക്കുമ്പോൾ sin² + cos² എന്നുള്ള ടേം കോമൺ ആയിട്ട് വരും. എന്തുകൊണ്ടാണ്? അവിടെ സൈനിൻ്റെയും കോസിൻ്റെയും കോയിഫിഷ്യൻസ് എന്ന് പറയുന്നത് സെയിം തന്നെയാണ്, പക്ഷെ അതിൽ നെഗറ്റീവും പോസിറ്റീവും -2ഉം +2വേ വന്നിട്ടുള്ളൂ. അപ്പോൾ മൈനസും പ്ലസ് ഏത് തന്നെ ആയാലും സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ പ്ലസ് തന്നെ വരിക. രണ്ടും 2 തന്നെയാണ് കോയിഫിഷ്യൻ്റ് വന്നിട്ടുള്ളത്. സൈനിൻ്റെ കൂടെയും 2 ആണ്, കോസിൻ്റെ കൂടെയും 2 ആണ്. സോ സ്ക്വയർ ചെയ്യുമ്പോൾ 4 sin t i + 4 sin cos² tj. അപ്പോൾ അവിടെ sin² cos² കോമൺ 4 ഉള്ളത് കൊണ്ട് 4 × sin² + cos² എന്ന് മാറും. sin² + cos² 1 ആയതുകൊണ്ട് യു ക്യാൻ സേ 4 × 1. അപ്പോൾ അവിടെ തന്നെ നമുക്ക് എന്ത് പറയാം? സ്പീഡ് ഇസ് കോൺസ്റ്റന്റ്. അപ്പോൾ നമ്മൾ ഇവിടെ ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ വെക്ടേഴ്സ് ആയിട്ടുള്ള സൈനും വെലോസിറ്റിയും ആക്സിലറേഷനും പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആണോ? അത് എല്ലാവർക്കും ക്ലിയർ ആണോ? ലാസ്റ്റ് പറഞ്ഞ ആ ഒരു ഇതൊന്നുകൂടി പറയാമോ? ഓക്കെ, ലാസ്റ്റ് പറഞ്ഞത് എന്താണെന്നുണ്ടെങ്കിൽ ഞാനിവിടെ നേരത്തെ ഇപ്പൊ എഴുതുന്നുണ്ട്. ഞാനിവിടെ നേരത്തെ പറഞ്ഞപ്പോൾ ഇവിടെ നമുക്ക് v(t) = -2 sin t i + 2 cos tj + 0k എന്നായിരുന്നു. ഓക്കെ, 0k. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കാണുന്നില്ല അല്ലേ? ഓക്കെ, അപ്പം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളത് എന്തായിരുന്നു? ഇവിടെ v(t)യിൽ വേരിയബിൾ വന്നു കഴിഞ്ഞാൽ സ്പീഡ് കോൺസ്റ്റന്റ് ആയിട്ടുണ്ടാവില്ല. പക്ഷെ v(t)യിൽ വേരിയബിൾ വന്നിട്ടില്ലെങ്കിൽ സ്പീഡ് കോൺസ്റ്റന്റ് ആണെന്ന് പറയാമായിരുന്നു. വേരിയബിൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് വേരിയബിൾ വരുന്നുണ്ട്, പക്ഷെ അത് എന്ത് ഫോമിലാണ്? ട്രിഗ്നോമെട്രിയുടെ ഫോമിലാണ് വരുന്നത്. നിങ്ങൾക്ക് ഇവിടെ ആൾജിബ്രായിക് ഫോം t² അല്ലെങ്കിൽ t എന്നൊക്കെയാണ് ഇവിടെ വന്നതെങ്കിൽ സ്പീഡ് കോൺസ്റ്റന്റ് ആവില്ല, ടീനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് മാറുമായിരുന്നു. പക്ഷെ ഇവിടെ നമുക്ക് വന്നിട്ടുള്ളത് സൈനും കോസിന്റെയും ഫോമിലാണ്. അപ്പം നമ്മളിവിടെ നോം എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കിട്ടുക നോം v(t) = -2 sin t² that is
-2 ഹോൾ സ്ക്വയർ എടുക്കുമ്പോൾ 4 sin square ti plus 2 cos t whole square, that is 4 cos square tj plus 0k. ഇതിൽ രണ്ടവിടെയും 4 കോമൺ ആണ്. സോ 4 into sin square t plus അല്ല സോറി ഇത് വരില്ലല്ലോ, ഇത് സ്ക്വയർ റൂട്ട് അല്ലേ, സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് സൈൻ സ്ക്വയർ പ്ലസ് കോസ് സ്ക്വയർ ദാറ്റ് ഇസ് √4 is equal to 2 എന്നുള്ള ഫോമിലേക്ക് വരും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് സൈനും കോസുമാണ് വന്നിട്ടുള്ളത്. അതിൻ്റെ കൂടെ വന്നിട്ടുള്ള കോൺസ്റ്റൻസ് എന്ന് പറയുന്നത് പ്ലസ് ഓർ മൈനസ് സെയിം നമ്പർ തന്നെ ആയിരിക്കണം. ഇവിടെ എ ആണെങ്കിൽ ഇവിടെ പ്ലസ് എ അല്ലെങ്കിൽ മൈനസ് എ തന്നെ വരാം. രണ്ടവിടെയും നിങ്ങളുടെ മാഗ്നിറ്റ്യൂഡിന്റെ വാല്യൂ നമ്പർ സെയിം ആയിരിക്കണം. കോൺസ്റ്റൻസിൽ പ്ലസ് ഓർ മൈനസ് വേരി ചെയ്താലും കുഴപ്പമില്ല. കാരണം സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് മൈനസ് എന്ന് പറയുന്നത് പ്ലസ് ആയിട്ട് തന്നെ മാറും. അപ്പൊ ഇത് നിങ്ങൾ സ്ക്വയർ ചെയ്യുമ്പോൾ 2ഉം 2ഉം ആയതുകൊണ്ട് കോമൺ ആയിട്ടുള്ള 4 തന്നെ വരും. അപ്പൊ ഈ ഫോമിലാണെന്നുണ്ട് നിങ്ങളുടെ വി ഓഫ് ടി വരുന്നതെങ്കിൽ സൈൻ ടിയും കോസ് ടിയും നിങ്ങൾക്ക് കോഎഫിഷ്യൻസ് ആയിട്ട് വന്നിട്ടുണ്ട്. അതിന്റെ കൂടെ വരുന്ന കോൺസ്റ്റൻസ് പ്ലസ് ഓർ മൈനസ് എ എന്നുള്ള ഫോമിലേക്കാണ് വരുന്നതെങ്കിൽ യു ക്യാൻ സേ ദാറ്റ് സ്പീഡ് വിൽ ബി എ കോൺസ്റ്റന്റ്. കാരണം രണ്ടും സ്ക്വയർ ചെയ്യുമ്പോൾ കോമൺ നമ്പർ ആണ് രണ്ടിന്റെയും കൂടെ വരുന്നത്. കോമൺ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ സൈൻ സ്ക്വയർ പ്ലസ് കോസ് സ്ക്വയർ എന്നുള്ള ഫോം ദാറ്റ് ഈസ് ഈക്വൽ ടു 1 എന്നുള്ളത് അറിയാം. സോ നിങ്ങൾക്ക് അത് കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പോൾ വേരിയബിൾ ഇല്ല എന്നുണ്ടെങ്കിൽ സ്പീഡ് കോൺസ്റ്റന്റ് ആണെന്നുള്ളത് പറയാം. വേരിയബിൾ ഉണ്ടെങ്കിൽ അത് ഇങ്ങനത്തെ ട്രിഗ്നോമെട്രിക് ഫോം ആണോ നോക്കണം. സ്പീഡ് കോൺസ്റ്റന്റ് ആണോ അല്ലയോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ സ്പീഡ് കോൺസ്റ്റന്റ് ആയതുകൊണ്ട് നിങ്ങൾക്ക് വെലോസിറ്റി വെക്ടറും ആക്സിലറേഷൻ വെക്ടറും പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ ആയിരിക്കും. ക്ലിയർ ആണോ? ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? നമുക്ക് സമയമായി 11:30 ആയി. നിങ്ങൾക്ക് അടുത്ത ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാറായിട്ടുണ്ടാവും. ഫിസിക്സുകാർക്ക് നെക്സ്റ്റ് അവർ ഉണ്ടോ? ക്ലാസ് ഉണ്ടോ? യെസ് ഉണ്ട്. ഓക്കെ, സി എസുകാർക്കുണ്ടോ? ശ്രുതി ഉണ്ട്. ഓക്കെ, കെമിസ്ട്രിക്കോ? സ്റ്റാറ്റി ആണെന്ന് അല്ലേ. കെമിസ്ട്രിക്കാർക്ക് ഏതാ ഉള്ളത്? ലാംഗ്വേജ് അവറാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ക്ലാസ് ഉള്ളതുകൊണ്ട് നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. ഓക്കെ, ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ അവേഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നുള്ള പ്രോബ്ലംസ് ഞാൻ തരാം, ഏതാണ് ട്രൈ ചെയ്യേണ്ടത് എന്നുള്ളത്. ഓക്കെ, ഒരു മിനിറ്റ്, ഞാൻ നിങ്ങളുടെ അറ്റൻഡൻസ് ഒന്നും കൂടി ഒന്ന് മാർക്ക് ചെയ്തോട്ടെ. ഓക്കെ, താങ്ക് യു. ഓക്കെ, നിങ്ങൾക്ക് പോവാം. ഞാൻ മാർക്ക് ചെയ്ത് കഴിഞ്ഞു കേട്ടോ.